ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ജിവ ബേബിക്ക് 9 മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ ഓട്സ് ബനാന കുറുക്ക് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച്. എന്നെപ്പോലുള്ള വാവയ്ക്ക് 6 മാസം സ്റ്റാർട്ട് ചെയ്താൽ വാവകൾക്ക് എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ പല ചിന്തകളുള്ള അമ്മമാർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കിയാലോ. 1 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതാ നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 1 വയസ്സിന് മുകളിലുള്ള ബേബി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പാൽ ചേർത്ത് കൊടുക്കാം, പശുവിൻ പാൽ. അതേപോലെ തന്നെ നിങ്ങൾ ഏതൊരു ഫുഡ് കൊടുക്കുമ്പോഴും വാവയ്ക്ക് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാവൂ കേട്ടോ. അതുപോലെ ഞാൻ ഇപ്പോൾ എൻ്റെ പീഡിയാട്രിഷ്യനോട് ചോദിച്ചിട്ടാണ് വാവയ്ക്ക് ഇപ്പോൾ ഓട്സ് ബനാന കുറുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങളും ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൽ മധുരത്തിനാവശ്യമായി ഞാൻ ഇതിൽ ചേർക്കുന്നത് പനക്കൽക്കണ്ടമാണേ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ പനക്കൽക്കണ്ടമാണ് ഞാൻ ഇതുവരെ വാവയ്ക്ക് കൊടുത്തത്. അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാതെ പനക്കൽക്കണ്ട കിട്ടുവാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വാവകൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ ഓട്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓട്സ് എന്ന് വെച്ചാൽ വളരെ നല്ലൊരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന്, നമ്മുടെ വലിയവരുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ഓട്സ്. അപ്പോൾ ഈ ഓട്സ് ബനാന കുറുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാനും, അതുപോലെ ഈ ഒരു കുറുക്ക് കുടിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളുടെ വയറൊന്ന് ഫില്ലായതുപോലെ പെട്ടെന്ന് വിശപ്പ് ഒന്ന് കുറഞ്ഞതായി കാണിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു കുറുക്ക് കൊടുക്കുന്നത്. അതുപോലെ ചില കുഞ്ഞുങ്ങൾക്ക് മലബന്ധമുള്ള പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ മലബന്ധ സംബന്ധമായ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും വളരെയധികം ഹെൽപ്പ് ചെയ്യും ഓട്സ്. അപ്പോൾ ബനാന ചേർക്കണമെങ്കിൽ ചേർക്കാം, വേറെ ചെറിയ പഴം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇത് നേന്ത്രം ചേർക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയ കദളി പോലുള്ള പഴങ്ങളിൽ ആപ്പിൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ ഇതിൽ സുസ്ഥിരമായ ഊർജം നൽകുന്നു. അതുപോലെ തന്നെ ദഹനത്തെ പിന്തുണയ്ക്കാനും ഓട്സ് ആരോഗ്യപരമായ കാർബോഹൈഡ്രേറ്റുകളാൽ സമ്പുഷ്ടമാണ്. 6 മാസം പ്രായമാകുമ്പോൾ തന്നെ നമ്മൾ വാവയ്ക്ക് ഇത് കൊടുത്തു തുടങ്ങാം. ഞാൻ പക്ഷേങ്കിൽ ഇപ്പോൾ 9 മന്തായി ഇപ്പോഴാണ് ഞാൻ ഓട്സ് കൊടുത്തു തുടങ്ങുന്നത്. കാരണം വേറെ പല കുറുക്കുകളും കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുറുക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ഞാനിതാ കുറച്ച് പനക്കൽക്കണ്ട ഉരുക്കി ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. വേണമെങ്കിൽ ലോങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം കേട്ടോ. അത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അത് നന്നായി തണുക്കട്ടെ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയുടെ ജാറിലിട്ടിട്ട് ചൂട് തടഞ്ഞതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വാവ എങ്ങനെയാണോ, നിങ്ങളുടെ വാവയുടെ പ്രായം അനുസരിച്ച് വേണം നിങ്ങൾ ഈ കുറുക്കിൻ്റെ തിക്ക് കണക്കാക്കാൻ. കാരണം വളരെ ലൂസായിട്ട് വേണോ വാവ കുടിക്കുക, അല്ലെങ്കിൽ തിക്കായിട്ട് കുടിക്കാൻ, അതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇനി നമ്മൾ ചേർത്ത വെള്ളം മാത്രമേ വേണ്ടൂ. ഇത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ ബേബിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കുഞ്ഞു മക്കൾക്ക് കൊടുത്തു നോക്കൂ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പല ബേബി ടിപ്സുമായിട്ടും പല റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക,